നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു. പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ പണിമുടക്കിനിടെ പ്രതിഷേധം, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ലീവ് സറണ്ടർ, ക്ഷാമബത്ത തുടങ്ങിയവ സർക്കാർ തടയുന്നു എന്നാരോപിച്ചാണ് സമരം. സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധക്കാർ ധനമന്ത്രി KN ബാലഗോപാലിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഭരണ പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. തിരുവനന്തപുരം SMV സ്കൂളിൽ ജോലിക്കെത്തിയ അധ്യാപകരെ KPSTA പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. പോലീസ് സ്ഥലത്തെത്തി. പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ജീവനക്കാർക്ക് അവധി അനുവദിക്കരുത് എന്നാണ് നിർദ്ദേശം. ജോലിക്കെത്താത്തവർക്ക് ഒരു ദിവസത്തെ ശമ്പളം നഷ്ടമാകും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് ഈ പ്രതിഷേധത്തിന്റെ സാഹചര്യം? വേണു, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സർവീസ് സംഘടനകളാണ് ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് സെക്രട്ടേറിയറ്റ് അനക്സ് 1 ഓഫീസിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ചെറിയ തോതിലൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പ്രതിഷേധ മുദ്രാവാക്യവുമായി ഓഫീസിന് മുന്നിൽ എത്തിയിരുന്നു. ഇവർ ഇവിടെ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഭരണപക്ഷ ജീവനക്കാരടക്കം ഓഫീസിലേക്ക് പ്രവേശിച്ചത്. ഈ ഘട്ടത്തിൽ ഈ ഭരണപക്ഷ ജീവനക്കാരും ഒപ്പം പ്രതിപക്ഷ ജീവനക്കാരും തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഓഫീസിലേക്ക് കടന്നു പോകുന്ന വഴി വാഹനം തടഞ്ഞു എന്നതാണ് പ്രധാനമായും ഭരണപക്ഷ ജീവനക്കാർ ആരോപണമായി ഉന്നയിക്കുന്നത്. എന്നാൽ തങ്ങൾ സമാധാനപരമായാണ് സമരം ചെയ്തതെന്നും ആരെയും ഇതിലേക്ക്, അതായത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന പ്രതിപക്ഷ സംഘടനകളും പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് കൂടുതൽ പേർ ഭരണപക്ഷത്തു നിന്നും ഒപ്പം പ്രതിപക്ഷ സംഘടനയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പേരും എത്തിയതോടുകൂടിയാണ് പരസ്പരം ഒരു വാക്കേറ്റത്തിലേക്കും മുദ്രാവാക്യത്തിലേക്കും എത്തിയത്. എന്തായാലും നിലവിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. തൊട്ടപ്പുറത്ത് അനക്സ ഓഫീസിന് ഉൾവശത്ത് കൂടുതൽ ഭരണപക്ഷ ജീവനക്കാരുണ്ട്. ഒപ്പം അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. വിവിധ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അത് ഒന്ന്, DA കുടിശ്ശിക പുനഃസ്ഥാപിക്കണം എന്നതാണ്. DA കുടിശ്ശിക അനുവദിക്കണം. ഒപ്പം ഈ നേരത്തെ ഉണ്ടായിരുന്ന ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതൊരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഈ തർക്കമടക്കം സംഘർഷത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇവരെ പിന്തിരിപ്പിക്കാൻ പോലീസുകാർ ശ്രമിച്ചെങ്കിലും ഈ ജീവനക്കാർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. തുടർന്നാണ് ഭരണപക്ഷത്ത് നിന്ന് കൂടുതൽ ജീവനക്കാർ ഈ പ്രദേശത്തേക്ക് എത്തുകയും പ്രതിപക്ഷ ജീവനക്കാരും ഭരണപക്ഷ ജീവനക്കാരും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പോലീസ് അടക്കം ഇടപെട്ടുകൊണ്ട് ഈ ജീവനക്കാരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. പക്ഷേ അത് അത്രത്തോളം വിജയിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ആളുകൾ, കൂടുതൽ ജീവനക്കാർ, ഉദ്യോഗസ്ഥർ ഇരു ചേരികളിലും എത്തിയതോടുകൂടിയാണ് ആ ഒരു സംഘർഷം കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. പ്രധാനമായും ഈ ജീവനക്കാരെ പ്രതിപക്ഷ സംഘടനകൾ തടഞ്ഞു, വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞു എന്നതാണ് ഈ ഒരു കയ്യേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അത്തരം ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. തങ്ങൾ ആരെയും തടഞ്ഞിട്ടില്ല എന്നും സമാധാനപരമായി മാത്രമാണ് ഈ പ്രതിഷേധ സമരം നടത്തിയത് എന്നതാണ് പ്രതിഷേധിക്കാനെത്തിയ പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത്. പക്ഷേ ഈ വനിതാ ജീവനക്കാരെ അടക്കം വാഹനത്തിലേക്ക് പോകാൻ, ഓഫീസിനുള്ളിലേക്ക് പോകാൻ ഇവർ അനുവദിച്ചില്ല എന്നതാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്ന കാര്യം. എന്തായാലും അത് വലിയ തരത്തിലൊരു വാക്കേറ്റത്തിലേക്കും പ്രതിഷേധ മുദ്രാവാക്യങ്ങളിലേക്കും കയ്യാങ്കളിയിലേക്കും പോകുന്ന ഒരു സാഹചര്യം വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അനക്സ് 1 എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേരത്തെ തന്നെ വലിയ തരത്തിലൊരു പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കും ബാലഗോപാലിനുമെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത്. കാരണം ജീവനക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നില്ല, സർക്കാർ മുഖം തിരിക്കുന്നു എന്നതാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിച്ചത്. സ്വാഭാവികമായും ഈ സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയെയും ബാലഗോപാലിനെയും പ്രതിരോധിച്ചുകൊണ്ട് ഈ ഭരണ അനുകൂല സംഘടനാ ജീവനക്കാർ രംഗത്തെത്തി. ഇതാണ് ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്. 2 ചേരികളിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. പരസ്പരം വാക്കേറ്റവും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ പോലീസ് ഇടപെട്ട ഈ സ്ഥിതി ശാന്തമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പോലീസുകാരടക്കം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ജീവനക്കാരെ 2 ഭാഗത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇവർ പ്രകോപനം
ഉണ്ടാക്കുന്നു എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഈ സംഘടനാ ഭാരവാഹികളടക്കം പറയുന്നത്. ഈ നേരത്തെ തന്നെ സമാധാനപരമായി സമരം നടത്തിയെങ്കിലും അതിനെ ആ സമരത്തെ തകർക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ തർക്കത്തിലേക്ക് പോകാനുള്ള ഇല്ല, ഞങ്ങളുടെ മുദ്രാവാക്യം ഒന്ന് തടസ്സപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അപ്പോഴാണ് ഒരു സംഘർഷത്തിലേക്ക് വന്നത്. ഞങ്ങൾ ഒരാളെയും തടയില്ല, ഒരാളെയും ഞങ്ങൾ തടയില്ല. തടയുന്ന നിലപാട് നമുക്കില്ല. ആർക്ക് വേണമെങ്കിലും പണിമുടക്കാത്ത ആർക്ക് വേണമെങ്കിലും ജോലി പ്രവേശിക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ ഇവിടെ മനഃപൂർവ്വ സംഘർഷം ഉണ്ടാക്കുവാൻ LDF സർക്കാരിന്റെ വക്താക്കൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. ജീവനക്കാർ പോയപ്പോൾ തടഞ്ഞുവെന്നാണ് അവർ പരാതി. ഞങ്ങൾ ഒരു മനുഷ്യനും തടഞ്ഞിട്ടില്ല, ഒരാളെയും ഞങ്ങൾ തടയുന്നില്ല. തടയൽ ഞങ്ങളുടെ അജണ്ടയിലില്ല. പണിമുടക്ക് മാത്രമാണ് ഞങ്ങളുടെ അജണ്ട. കാരണം പണിമുടക്കിന്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴി തെറ്റിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഘർഷം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ സംഘർഷം ഞങ്ങൾ ആത്മസംയമനം പാലിക്കുകയാണ്. പോലീസ് പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ്. ഇല്ല, ഇവിടെ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ എംപ്ലോയീസ് അസോസിയേഷൻ, അതായത് ഭരണസംഘടനയുടെ ആളുകൾ പോലും പണിമുടക്കത്തിലേക്ക് വന്നപ്പോൾ ബഹളി പൂണ്ട അവരുടെ പ്രവർത്തകർക്കാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കാൻ ഇവിടെ ശ്രമിച്ചത്. ആ സംഘർഷത്തിന് ഞങ്ങൾ നിന്നുകൊടുക്കില്ല. ഒരു വിധത്തിലുള്ള സംഘർഷവും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ അജണ്ടയിൽ തന്നെ ഇല്ലാത്തൊരു കാര്യമാണ് സംഘർഷം. പ്രധാനമായും ഈ പ്രതിപക്ഷ സംഘടനാ പ്രതിനിധി പറയുന്നത് തങ്ങൾ സമാധാനപരമായാണ് ഇവിടെ സമരം ചെയ്തത്. പക്ഷേ ഈ സമരത്തെ തകർക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഈ ഭരണപക്ഷ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവർ മനഃപൂർവ്വം പ്രകോപനം തീർക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഈ സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലൊരു സ്ഥിതി ശാന്തമാണ്. ഈ രണ്ട് കൂട്ടം പ്രവർത്തകരെയും, ഈ ഭരണപക്ഷ സംഘടനാ പ്രവർത്തകരെയും ഒപ്പം പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകരെയും രണ്ട് ഭാഗങ്ങളിലാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നില്ല. പക്ഷേ സമരം ശക്തമായി തുടരുമെന്നൊരു നിലപാട് കൂടിയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം, ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നില്ല എന്നതടക്കമായിരുന്നു പ്രധാനമായും ഇവർ ഇതായി ഒരു ആവശ്യമായി ഉന്നയിക്കുകയും ഒരു സമരത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭരണപക്ഷ അനുകൂല സംഘടനയുടെ പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സംഘടനയായാലും സമരം നടത്തുന്നതിനോ പണിമുടക്ക് നടത്തുന്നതിനോ പ്രക്ഷോഭം നടത്തുന്നതിനോ ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ആ സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ ഓഫീസിലേക്ക് വരുന്ന ജീവനക്കാരെ ആക്രമിക്കുന്ന ആ നിലപാടിനെതിരായിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെയുള്ള ഒരു ജീവനക്കാരൻ ബൈക്കിൽ യാത്ര ചെയ്ത് വരിക, ഓഫീസിലേക്ക് വരിക, ഭാര്യയോടുകൂടി ഓഫീസിലേക്ക് വരിക. രണ്ടുപേരും വികലാംഗരായിട്ടുള്ള ആളുകളാണ്. ഒന്ന് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിനേക്കാളും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ദീപ. ആ പെൺകുട്ടി ഉൾപ്പെടെ ബൈക്കിൽ നിന്ന് ചവിട്ടി താഴെ ഇടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. അത്തരത്തിലുള്ള ഒരു അക്രമത്തിലൂടെ അല്ലെങ്കിൽ ജീവനക്കാരെ ബലമായി തടഞ്ഞു വെച്ചുകൊണ്ട് ഈ പണിമുടക്ക് വിജയിപ്പിക്കാമെന്നാണ് ഇവർ വ്യാമോഹിക്കുന്നതെങ്കിൽ അത് സെക്രട്ടേറിയറ്റ് ക്യാമ്പസിൽ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറല്ല. പണിമുടക്ക് നടത്തിക്കോട്ടെ, ആവശ്യങ്ങൾ ഉന്നയിച്ചോട്ടെ, പ്രക്ഷോഭങ്ങൾ നടത്തിക്കോട്ടെ, പ്രതിഷേധിച്ചോട്ടെ, അതിനാരും ഞങ്ങൾ എതിരല്ല. പക്ഷേ അക്രമത്തിലൂടെ ഒരാളും പണിമുടക്ക് പങ്കെടുക്കുന്നില്ല. നിങ്ങൾ ഇതിൽ ഇപ്പോൾ നിലവിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു ഹാജർ പരിശോധിച്ച് നോക്കുക. ഈ പണിമുടക്കിന് ജീവനക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ പണിമുടക്ക് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ പണിമുടക്കാണെന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ പണിമുടക്കിന് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ കൊടി പിടിച്ചിരിക്കുന്ന 5-6 ആളുകൾ മാത്രമാണ് ഈ പണിമുടക്കിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളത്. ഈ പണിമുടക്ക് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയപ്പെട്ടതിന്റെ ഭീതിയിലാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അപഹാസ്യതയുടെ പേരിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അക്രമം നടത്തിക്കൊണ്ട് ഓഫീസിലേക്ക് വരുന്ന ജീവനക്കാരെ തടഞ്ഞ് ഹാജർ കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുന്നത്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഓഫീസിലേക്ക് വരുന്ന ജീവനക്കാർക്ക് സ്വതന്ത്രമായി തന്നെ ഓഫീസിലേക്ക് വരാനും അവർക്ക് ഓഫീസ് പ്രവർത്തനം നടത്താനുമുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പോലീസ് അത് ഏതു തരത്തിൽ പോലീസിന് കൃത്യമായ ഡ്യൂട്ടി ചെയ്തില്ല എങ്കിൽ ആ ഡ്യൂട്ടി ഒരുപക്ഷെ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അത്രമാത്രം.
വേണു, പ്രധാനമായും നമ്മൾ ഇപ്പോൾ കേട്ട പ്രതികരണം തന്നെ, അതായത് ഇപ്പോൾ ഈ രണ്ട് സംഘടനാ പ്രതിനിധികളും തമ്മിൽ പരസ്പരം ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകളായിരുന്നു ഒരു പ്രതിഷേധവുമായി എത്തിയത്. ഈ മുദ്രാവാക്യം വിളികളുമായി സെക്രട്ടേറിയറ്റ് അനക്സ് 1-ന് മുന്നിലെത്തുകയും ഇവർ കൂട്ടമായി തന്നെ സർക്കാരിനും ഒപ്പം ധനമന്ത്രിക്കുമെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഈ ജീവനക്കാർ കടന്നു പോകുമ്പോൾ അവർ തടഞ്ഞിരുന്നില്ല. നേരത്തെ തന്നെ അറിയിച്ചതാണ്, സമാധാനപരമായി മാത്രമാണ് തങ്ങൾ സമരം ചെയ്യുന്നതെന്നും ഈ ജോലിക്ക് പോകുന്ന ആരെയും തടയില്ല, പക്ഷേ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നുള്ളൊരു നിലപാടായിരുന്നു പ്രതിപക്ഷ സംഘടനാ നേതാക്കൾ എടുത്തത്. പക്ഷേ പിന്നീട് ഉണ്ടായ ഒരു തർക്കമാണ് പിന്നീട് ഒരു വാക്കേറ്റത്തിലേക്കും ഒരു പ്രതിഷേധത്തിലേക്കും പോയത്. എന്തായാലും ഇരു കൂട്ടരും പ്രതിഷേധവുമായി രണ്ട് ചേരികളിലായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി നിലവിൽ സ്ഥിതി ശാന്തമാക്കിയിട്ടുണ്ട്. വേണു, MG പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ സെക്രട്ടേറിയറ്റ് അനക്സിൽ നേരിയ സംഘർഷം.